മോസസിന്റെ കല്ലറ തുറന്നതായിട്ടും യേശുവിനെ വിലാപ വീതിയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടെത്താൻ കഴിയും. അതൊന്നും യേശു ജീവിച്ചിരുന്നതിനോ യേശു ചെയ്തതിനുള്ള തെളിവുകളൊന്നുമല്ല. അത് കഥയ്ക്കും അനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. എങ്ങനെയാണോ ജഡായു പാറയിൽ ചെന്നിട്ട് ഇത് ജഡായു വന്ന് വീണ സ്ഥലമാണെന്ന് പറയുന്നത് പോലെയുള്ളത്. ഇപ്പൊ ജഡായു പാറ എന്ന് പറയുന്നത് ചടയമംഗലത്തുണ്ട്. അവിടെ ജഡായുവിന്റെ ചിറക് അടിച്ച് അരിഞ്ഞ് അവിടെ ഇട്ടു എന്നാ പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് പറയാം ഈ പേര് തന്നെ ജഡായു എന്നാണ്, എല്ലാം ശരിയല്ലേ? ആ തീർത്ഥാടനം നടത്താം. എന്നിട്ട് നാളെ ചോദിക്കാം ജഡായു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജഡായു പാറ ഉണ്ടായത്? സീതത്തോടുണ്ട്, സീത കുളിച്ച തോടാ. ഭ്രൂണത്തെക്കുറിച്ചും മനുഷ്യജന്മത്തെക്കുറിച്ചും ഖുറാനിൽ പറയുന്ന വ്യത്യസ്ത